Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. Sunitha Furniture, Tavakara, Kannur since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ സകല മനുഷ്യരും ജാഗ്രതയോടെ കാണണമെന്ന് എം.വി. ജയരാജൻ. മാനവികത സംരക്ഷിക്കാനുള്ള മഹത്തായ സമരങ്ങൾ ഉയർന്നുവരേണ്ട കാലമാണിതെന്നും എം.വി. ജയരാജൻ. പയ്യന്നൂർ എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പയ്യന്നൂർ നഗരസഭയുടെ 30 ലാപ്ടോപ്പുകൾ വിതരണം പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പദ്ധതി നടപ്പിലാക്കിയത് 15 ലക്ഷം രൂപ ചിലവിൽ. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ 3 ദിവസത്തെ സഹവാസ ക്യാമ്പിന് പുറച്ചേരി കേശവതീരത്ത് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ. ഒത്തുചേരൽ ആഘോഷമാക്കി ക്യാമ്പ് അംഗങ്ങൾ. പരിയാരം ചിതപ്പിലെ പൊയിലിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെ സാഹസികമായി പിടികൂടിയ അന്വേഷണ സംഘത്തിന് അനുമോദനം. പയ്യന്നൂർ ഡിവൈഎസ്പി കെ.ഇ. പ്രേമചന്ദ്രൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ സകല മനുഷ്യരും ജാഗ്രതയോടെ കാണണമെന്ന് എം.വി. ജയരാജൻ. വിവിധ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച വരൂ മാനവിക ഇന്ത്യക്കായി എന്ന ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം കുളപ്പുറത്ത് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ സകല മനുഷ്യരും ജാഗ്രതയോടെ കാണണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞു. ഉന്നയിച്ചത് ഒന്ന്, രാജ്യത്തിൻ്റെ മതം ഹിന്ദു എന്നാണ്, രാജ്യത്തിൻ്റെ പേര് ഹിന്ദുസ്ഥാൻ എന്ന് കൊടുക്കണം. ഇത് രണ്ടിനോടും അംബേദ്കർ യോജിച്ചില്ല, ജവഹർലാൽ നെഹ്റു യോജിച്ചില്ല, ഭൂരിപക്ഷം അംഗങ്ങളും യോജിച്ചില്ല, വോട്ടിനിട്ട് തള്ളിയത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് വേണ്ടി, പിന്നെ അത് തുടരും. ഭരണഘടന തയ്യാറാക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുക. പാഠപുസ്തകങ്ങളിലടക്കം വർഗീയത നിറച്ച ആശയങ്ങൾ കുത്തിനിറക്കുകയാണ്. രാജ്യത്തിലെ മാനവികത സംരക്ഷിക്കാനുള്ള മഹത്തായ സമരങ്ങൾ ഉയർന്നുവരേണ്ട കാലമാണിത്. നവോത്ഥാന നായകർ ഉയർത്തിപ്പിടിച്ച മനുഷ്യതുല്യമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വരൂ മാനവിക ഇന്ത്യക്കായി എന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലും പുരോഗമന കലാസാഹിത്യ സംഘവും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം കുളപ്പുറത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം.വി. ജയരാജൻ. കുളപ്പുറം വായനശാല ഗ്രന്ഥാലയം പരിസരത്ത് നടന്ന സർഗാത്മക സദസ്സിൽ വി മനോജ് കുമാർ അധ്യക്ഷനായി. ടി.വി. രാജേഷ്, വി വിനോദ്, എം.കെ. മനോഹരൻ, കെ. ശിവകുമാർ, പി.ടി. രാജേഷ്, എം. ദിവാകരൻ, എ. മാധവൻ, വി. പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പയിൻ്റെ ഭാഗമായി 1000-ലധികം കേന്ദ്രങ്ങളിൽ സർഗാത്മക സദസ്സുകൾ സംഘടിപ്പിക്കും. വി ചന്ദ്രശേഖരൻ, ടി.വി. ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതി 2022-23 ഉൾപ്പെടുത്തി പയ്യന്നൂർ എ. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 30 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ.വി. ലളിത ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്.
പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതി 2022-23 ഉൾപ്പെടുത്തി എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂരിന് 30 ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങ് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പന്റെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ 2022-23 വർഷത്തെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിൽ 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് മാത്സ് ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിദ്യാലയത്തിൽ ലാപ്ടോപ്പ് വിദ്യാർത്ഥികൾക്കായിട്ട് കൈമാറുന്ന ചടങ്ങാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ നാരായണൻ പുതിയ വീട്ടിൽ, പ്രിൻസിപ്പൽ സതീഷ് കുമാർ MP, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി വിശ്വനാഥൻ, വി ബാലൻ, സമീർ ടീച്ചർ, സ്കൂളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ 3 ദിവസത്തെ സഹവാസ ക്യാമ്പിന് പുറച്ചേരി കേശവതീരത്ത് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാസാംസ്കാരിക പരിപാടികൾ നടന്നു. ആടിയും പാടിയും സൗഹൃദങ്ങൾ പുതുക്കിയും ഫ്ലൈ അംഗങ്ങൾ പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ ഒത്തുചേർന്നു. ആരവം സൗഹൃദ കൂട്ടായ്മയിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നായി 95ഓളം പേർ പങ്കെടുക്കുന്നുണ്ട്. ശാരീരിക പരിമിതികൾക്കപ്പുറത്തായി ഫ്ലൈ അംഗങ്ങൾ ആടിയും പാടിയും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിലെ അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തിയ പുസ്തകത്തിന്റെ പ്രകാശനം കലാസാംസ്കാരിക പ്രവർത്തകൻ രവി ഏഴോം നിർവഹിച്ചു. നൃത്തപരിപാടി, മാർഗം കളി, മ്യൂസിക് മോജോ, ഫ്ലൈ മ്യൂസിക് ടീമിന്റെ ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ഡിസംബർ 30-ന് ജോൺ ബ്രിട്ടാസ് MP സൗഹൃദ കൂട്ടായ്മയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം ചിതപ്പിലെ പൊയിലിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെ സാഹസികമായി പിടികൂടിയ അന്വേഷണ സംഘത്തിന് അനുമോദനം. പയ്യന്നൂർ DYSP ഓഫീസിൽ നടന്ന ചടങ്ങ് DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ 19-നാണ് പരിയാരം ചിതപ്പിലെ പൊയിലിലെ ഡോക്ടർ ഷക്കീർ, ഡോക്ടർ ഫർസീന ദമ്പതിമാരുടെ വീട്ടിൽ കവർച്ച നടന്നത്. വീട്ടുകാരെ ബന്ദിയാക്കിയാണ് കവർച്ച നടത്തിയത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ കേസിലുൾപ്പെട്ട മുഴുവൻ പ്രതികളെയും സാഹസികമായി പിടികൂടിയ അന്വേഷണ സംഘാംഗങ്ങളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. പയ്യന്നൂർ DYSP ഓഫീസിൽ നടന്ന ചടങ്ങ് DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. കഴിവ് പ്രകടിപ്പിക്കാൻ വേണ്ടിയ ഒരു സമയമായിരുന്നു. അത് നിങ്ങൾ 100% അത് നിങ്ങളെ പ്രകടിപ്പിച്ചു, നിങ്ങൾ ആത്മാർത്ഥത്തോടെ പ്രകടിപ്പിച്ചു. സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവഴിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി പറ്റിയിരുന്നു. നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റിയില്ല, അത് ഒരു സത്യം തന്നെയാണ്. പക്ഷെ എങ്കിലും നിങ്ങളതായ ഒന്നും ആലോചിക്കാതെ ഈ കേസ് ഡിറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ തരത്തിലും നിങ്ങൾ തയ്യാറായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കേസ് കിട്ടിയിരിക്കുന്നത്. അതിന് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരിയാരം SI സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വനിതാ പോലീസ് ഓഫീസർ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലെ 16 പേരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. DYSP KE പ്രേമചന്ദ്രൻ, പരിയാരം SHO P നളിനാക്ഷൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. K സന്തോഷ്, SHO P നളിനാക്ഷൻ, SI സഞ്ജയ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം 65-ാം വാർഷിക ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന പരിപാടി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. 1957-ൽ കർഷകരുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ രൂപീകൃതമായ ഏച്ചിലാംവയൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം പ്രവർത്തന രംഗത്ത് 65 വർഷം പൂർത്തിയാക്കിയതിന്റെ വാർഷികാഘോഷം വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ചു വരികയാണ്. ഒരു വർഷക്കാലം സംഘടിപ്പിച്ച 65-ാം വാർഷികാഘോഷത്തിന്റെ സമാപനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വി എന്നല്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തുടങ്ങേണ്ടത്, ദൈവനാമത്തിൽ തുടങ്ങണമെന്നാണ് ഒരു ഭേദഗതി വന്നത്. HV കാമത്ത് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി ഇൻ ദി നെയിം ഓഫ് ഗോഡ്. ചില രാജ്യങ്ങളിലെ ഭരണഘടന ദൈവനാമത്തിലാണ് തുടങ്ങുന്നത്, അങ്ങനെ വേണമെന്നാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രശില്പികൾ വോട്ടിനിട്ട് തള്ളി. ആരെ? ദൈവത്തെ വോട്ടിനിട്ട് തള്ളിയിട്ടാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഭരണഘടനയുടെ ആദ്യത്തെ വാചകം രൂപപ്പെടുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള നാം, നമ്മളെ വിഭജിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NG ശ്രീചിത്രൻ മുഖ്യാതിഥിയായി, V നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M സുനിൽകുമാർ, KV ദിനേശ് കുമാർ, K ദാമോദരൻ, P സന്തോഷ്, S ശ്രീജിത്ത്, സുധീഷ് AK തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ആരവങ്ങളും ആഹ്ലാദവും അലതല്ലി മാടായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ വർണ്ണത്തുമ്പികൾ ഭിന്നശേഷി കലാമേള ശ്രദ്ധേയമായി. സമാപന സമ്മേളനത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷി സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങൾക്ക് പൊതുവേദി ഒരുക്കി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ മാടായി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ വർണ്ണത്തുമ്പികൾ കലാമേള ഏറെ ശ്രദ്ധേയമായി. മിമിക്രിയും നാടൻപാട്ടും ഒപ്പനയും സംഘനൃത്തവും എല്ലാം വളരെ തന്മയത്വത്തോടുകൂടി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ സദസ്സിൽ നിന്ന് നിർത്താതെ കയ്യടി ഉയർന്നു. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മാടായി ഗ്രാമപഞ്ചായത്തിന്റെ ഭിന്നശേഷി കലാമേള നടന്നത്. മാടായി ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ബഡ്സ് സ്കൂളിലെ ടീച്ചർമാരുടെയും ജീവനക്കാരുടെയും കഠിനാധ്വാനത്തിലൂടെയാണ് ഇവർ കലാപരിശീലനം പൂർത്തിയാക്കിയത്. സമാപന സമ്മേളനത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ മത്സരാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. റഷീദ് ഒടിയിൽ, MB കുഞ്ഞിക്കാതിരി, SKP വഹീദ, A മുനീർ, റിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി വടുകുന്ത ശിവക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. 2024 ജനുവരി 1 വരെ നടക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രം കർമ്മി കാട്ടുമാടം ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റി. മാടായി വടുകുന്ത ശിവക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. 2024 ജനുവരി 1 വരെ നടക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ച് ക്ഷേത്രം കർമ്മി കാട്ടുമാടൻ ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. ജനുവരി 1 രാവിലെ 8 മണിക്ക് വടകുന്ത തടാകത്തിലേക്ക് ആറാട്ടെഴുന്നള്ളത്ത്, തിരിച്ചെഴുന്നള്ളത്ത്, 28 മുതൽ 31 വരെ ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ബാലസംഘം പെരളം നോർത്ത് സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര നടന്നു. സമാപന യോഗം രവി ഏഴോം, ബാലസംഘം ജില്ലാ പ്രസിഡന്റ് സൂര്യ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പെരളം നോർത്ത് മേഖലാ കമ്മിറ്റിയുടെയും സൗത്ത് മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഘോഷയാത്ര നടന്നു. സ്വാമിമുക്കിൽ നിന്ന് ആരംഭിച്ച സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ ഘോഷയാത്ര പ്രാന്തൻചാലിലെത്തി തിരികെ സ്വാമിമുക്കിൽ തന്നെ സമാപിച്ചു. സമാപന യോഗം രവി ഏഴോം ഉദ്ഘാടനം ചെയ്തു. T ഗോപാലൻ, K മധു, K രമേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഘോഷയാത്ര പെരളം ദേശീയ കലാസമിതി പരിസരത്തു നിന്ന് ആരംഭിച്ച് പെരളം ബാങ്ക് പരിസരത്ത് സമാപിച്ചു. മഹാന്മാരുടെ ചിത്രങ്ങളടങ്ങിയ പ്ലക്കാർഡുകൾ, മുത്തുകുടകൾ, കൊടിത്തോരണങ്ങൾ, വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന അവസ്ഥയുടെ ചിത്രീകരണം എന്നിവയൊക്കെയും ഘോഷയാത്രയിൽ നിറഞ്ഞു. തുടർന്ന് നടന്ന സമ്മേളനം ബാലസംഘം ജില്ലാ പ്രസിഡന്റ് സൂര്യ ഉദ്ഘാടനം ചെയ്തു. ഹിത ഹേമരാജ് അധ്യക്ഷയായ ചടങ്ങിൽ അദ്വൈത്, ദേവിക, ഹരിദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
61 വർഷം മുമ്പുണ്ടായ തർക്കം പരിഹരിച്ച് കാപ്പാട്ട് കഴകത്തിലെ നാട്ടെഴുന്നള്ളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര പള്ളിയറയുടെ മുൻകൊട്ടിലിൽ കയറിയ കാപ്പാട്ട് ഭഗവതിയുടെ കോമരവും മാവിച്ചേരി ക്ഷേത്രത്തിലെ സ്ഥാനികരും തിരുവായുധങ്ങൾ പരസ്പരം കൈമാറി ക്ഷേത്ര മതിൽക്കകത്ത് നർത്തനമാടി. യാദവ സമുദായ കഴകമായ കാപ്പാട്ട് കഴകവും കുശവ സമുദായ ക്ഷേത്രമായ മാവിച്ചേരി ഭഗവതി ക്ഷേത്രവും തമ്മിൽ പൂർവികമായി ഒട്ടേറെ ആചാരാനുഷ്ഠാന ബന്ധങ്ങളുണ്ടായിരുന്നു. പുരോത്സവകാലത്ത് കാപ്പാട്ട് കഴകത്തിലെ പണിക്കരും ബാല്യക്കാരുമാണ് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിച്ച് പൂരമാല നടത്തി വന്നത്. പണിക്കരും ബാല്യക്കാരും മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരമാല നടത്തി തിരിച്ചെത്തിയാൽ മാത്രമേ കാപ്പാട്ട് കഴകത്തിൽ അന്നത്തെ പുരോത്സവ ചടങ്ങുകൾ പൂർത്തീകരിച്ച് നട അടക്കുകയുള്ളൂ. വിഷുവിനും പെരുങ്കളിയാട്ടത്തിനും കഴകത്തിലെ മറ്റു ഉത്സവകാലത്തുമെല്ലാം കാപ്പാട്ട് കഴകത്തിൽ ആചാര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള അധികാരം മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിനും ഉണ്ടായിരുന്നു. 1962 പൂരോത്സവകാലത്ത് മാവിച്ചേരി ക്ഷേത്രത്തിൽ പൂരക്കളി കളിക്കുന്നതിനിടയിലുള്ള തർക്കം ഇരു ക്ഷേത്രങ്ങളെയും തമ്മിൽ അകറ്റി. അതോടെ ഇരു ക്ഷേത്രങ്ങളും തമ്മിൽ നടത്തേണ്ട ആചാരാനുഷ്ഠാനങ്ങളും മുടങ്ങി. കഴിഞ്ഞ പെരുങ്കളിയാട്ടക്കാലത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരു ക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു. പൂർവികാചാരങ്ങൾ തുടരാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 61 വർഷത്തിന് ശേഷം കാപ്പാട്ട് കഴകത്തിലെ നാട്ടെഴുന്നള്ളത്ത് മാവിച്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയത്. ക്ഷേത്രം കൊയ്മ TCV രജിത്ത്, അന്തിതിരിയൻ PV രഞ്ജിത്ത്, സ്ഥാനികരായ TV കൃഷ്ണൻ, VV പ്രഭാകരൻ മാസ്റ്റർ, KV ദാമോദരൻ, ക്ഷേത്രം സമുദായ കമ്മിറ്റി പ്രസിഡന്റ് TV പവിത്രൻ, സെക്രട്ടറി KV വേണുഗോപാലൻ, ട്രഷറർ PV രഘുനാഥൻ, പുനർനിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M മുരളീധരൻ, വർക്കിംഗ് ചെയർമാൻ M രാജേഷ്, സെക്രട്ടറി TV ഭാസ്കരൻ, ട്രഷറർ M ശശിധരൻ ഉൾപ്പെട്ട വൻ ജനാവലി കേരളത്തിനെ സ്വീകരിച്ചു. ഇതിവിടെ കാപ്പാട്ട് കഴകമായിട്ട് പണ്ട് കാലം മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന് ഒരു ആചാരപരമായ പല ബന്ധങ്ങളുണ്ടായിരുന്നു. ആചാരപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ പൂരക്കാലത്ത് ഇവിടെ ആ ക്ഷേത്രത്തിൽ നിന്ന് ആൾക്കാർ അവിടെ പൂരക്കളിക്കാർ ഇവിടെ വന്ന് പൂരക്കളി കളിക്കാറുണ്ട്. അതുപോലെ തന്നെ പൂരം കുളി കഴിഞ്ഞ് അവിടെയുള്ള ദേവനർത്തകൻ ഈ ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിൻ്റെ മുൻകൂട്ടിൽ കയറി ഇവിടെയുള്ള നർത്തകന്മാരുടെ ദേവനർത്തകനായിട്ട് പരസ്പരം ആയുധം കൈമാറുകയൊക്കെ ചെയ്യാം. ദേവിയുടെ നർത്തകനായിട്ട് ആയുധം കൈമാറുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഈ തിരുമുറ്റത്ത് 2 കോമരങ്ങളും നൃത്തം ചെയ്യാറുണ്ടായിരുന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. കാപ്പാട് കഴകത്തിൽ നിന്ന് ഏളത്ത് ഇവിടെ വരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇവിടെ വെക്കുന്നത്. മാത്രമല്ല ഞങ്ങളെ ക്ഷേത്രവും പുനരുദ്ധാരണമായിട്ട് ഇപ്പം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 3-ാം തീയതി ജനുവരി 3-ന് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ബാലകാല പ്രതിഷ്ഠ രാവിലെ 7:50 മുതൽ 8:50 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 100% അജൈവ മാലിന്യ ശേഖരണവും 100% യൂസർ ഫീസ് കളക്ഷനും പ്രഖ്യാപനം നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ നേട്ടം കൂടി കൈവരിച്ചു. വീടുകളിൽ നിന്നും 100% അജൈവ മാലിന്യ ശേഖരണം നടത്തുന്നതിലും കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് യൂസർ ഫീസ് കളക്ഷൻ 100% ലക്ഷ്യം കൈവരിച്ചതുമായുള്ള പ്രഖ്യാപനം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. M വിജിൻ MLA പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്തു. വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ 100% പ്രഖ്യാപനം നടക്കുന്ന ആദ്യ മണ്ഡലമായിട്ട് കല്യാശ്ശേരിയെ മാറ്റാൻ പറ്റും സംസ്ഥാനത്ത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഇടപെടലാണ്. പക്ഷേ പഞ്ചായത്തുകളും ഹരിതകർമ്മസേനയും നടത്തുന്ന വേഗത കൂടി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകമാണ്. ചടങ്ങിൽ വച്ച് ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കുകയും ആശ്രയ, അഗതി, അതിദാരിദ്ര്യ കുടുംബങ്ങളുടെ യൂസർ ഫീസ് വിഹിതത്തിന്റെ ചെക്ക് ഹരിതകർമ്മസേനയ്ക്ക് MLA കൈമാറുകയും ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. M ശശീന്ദ്രൻ, ശോഭ K, ശോഭ T, A ശ്രീധരൻ, വാർഡ് മെമ്പർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാവർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. തൊഴിലുറപ്പിലും വാർഡ് മെമ്പറുടെ ഇനീഷ്യേറ്റീവ് പൊതു നന്മ ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിച്ച റോഡ് നാടിന് സമർപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഏരിയം വാർഡിലെ ഞണ്ടുമ്പലം ഗ്രാമത്തെ പരിയാരം മെഡിക്കൽ കോളേജുമായും തളിപ്പറമ്പുമായും ബന്ധിപ്പിക്കുന്ന പാലം ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു.
കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഏരിയം വാർഡിൽ ഉൾപ്പെട്ട ഞെണ്ടുമ്പലം ഗ്രാമത്തിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് പരിയാരം മെഡിക്കൽ കോളേജ്, തളിപ്പറമ്പ് ടൗൺ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഞെണ്ടുമ്പലം പള്ളി റോഡ്. പല കാരണങ്ങളാൽ യാഥാർത്ഥ്യമാകാതിരുന്ന റോഡ് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. റോഡിന്റെ ഉദ്ഘാടനം കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. മീറ്ററെങ്കിലും ഇതിന്റെ കോൺക്രീറ്റ് പ്രവർത്തനം നിർവഹിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റൊക്കെ തയ്യാറാക്കി ടെൻഡർ പ്രവൃത്തി പൂർത്തീകരിച്ച് ടെൻഡർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നെങ്കിലും ആ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർ ആ വർക്ക് ആരംഭിക്കാൻ വേണ്ടി വൈകുകയും അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരു വർഷം വീണ്ടും സ്പിൽ ഓവർ ആയി പ്രവൃത്തി ഏറ്റെടുത്ത് അവർക്ക് ചെയ്യാനുള്ള ഒരു കാലം നമ്മൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. വാർഡ് മെമ്പർ ജംഷീർ അലക്കാട് അധ്യക്ഷനായി. വാർഡ് മുൻ മെമ്പർമാരായ കെ ആലി ഹാജി, പി ബാലകൃഷ്ണൻ, OV മുഹമ്മദ് ഹാജി, PT അബ്ദുൽ സലാം, ജാഫിർ ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. ജിഷ്ണു പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 120 മീറ്ററും ബാക്കി വരുന്ന ഭാഗം വാർഡ് മെമ്പർ ഇനീഷ്യേറ്റീവ് പൊതുനന്മ ഫണ്ടും ഉപയോഗിച്ച് ശ്രമദാനമായി 80 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിലുമാണ് കോൺക്രീറ്റ് ചെയ്ത് റോഡ് പൂർത്തിയാക്കിയത്. റോഡിന്റെ ഇരുവശങ്ങളിലും പൂന്തോട്ടം ഒരുക്കി റോഡ് നിർമ്മാണത്തിൽ മാതൃകയും സൃഷ്ടിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ആചാരപ്പായ എത്തിച്ചു. വെള്ളൂർ പാലത്തറയിലെ കോയി മാധവിയുടെ നേതൃത്വത്തിലാണ് ആചാരപ്പായ ക്ഷേത്രത്തിൽ എത്തിച്ചത്. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട ദിനങ്ങളിൽ എത്തിച്ചേരുന്ന ആചാരക്കാർക്ക് നൽകുന്നതാണ് ആചാരപ്പായ. അടക്കയും വെറ്റിലയും ഒപ്പം പായയും നൽകിയാണ് ആചാരക്കാരെ സ്വീകരിക്കുന്നത്. വെള്ളൂർ പാലത്തറയിലെ കോയി മാധവിയുടെ നേതൃത്വത്തിലാണ് പായകൾ ക്ഷേത്രത്തിൽ എത്തിച്ചത്. ബാബു അന്തിത്തിരിയൻ പായകൾ ഏറ്റുവാങ്ങി. ജനുവരി 8 മുതൽ 11 വരെയാണ് രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്ന കുടുംബശ്രീ വിപണന മേള ശ്രദ്ധേയമാകുന്നു. ഗ്രാമീണ മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ഏഴോം ഗ്രാമത്തിന്റെ തനത് ഉൽപ്പന്നമായ കൈപ്പാട് അരി കൊണ്ട് ഉണ്ടാക്കിയ ഉണ്ണിയപ്പം, അരിയുണ്ട എന്നിവ മുഖ്യ ആകർഷകമാണ്. കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ നിന്ന് നിർമ്മിച്ച വിവിധ തരത്തിലുള്ള അച്ചാറുകളും ഇവിടെ ലഭ്യമാണ്. മാങ്ങ, നാരങ്ങ എന്നീ അച്ചാറുകൾക്ക് പുറമെ ബീഫ്, ചിക്കൻ, മീൻ, ചെമ്മീൻ അച്ചാറുകളും വിപണനമേളയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പാർ പാർക്കിന്റെ നേതൃത്വത്തിലുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ വിലക്കുറവിൽ കുടുംബശ്രീ വിപണനമേളയിൽ നിന്നും വാങ്ങാവുന്നതാണ്. വിവിധ തരം നടീൽ വസ്തുക്കൾ, മൺചട്ടികൾ എന്നിവയെല്ലാം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും. സാധനങ്ങൾ, കുടുംബശ്രീൻ്റെ സാധനങ്ങൾ, കയ്യിൽ കണിയട, തേൻ, പിന്നെ മറ്റു സാധനങ്ങളെല്ലാം, പലഹാരങ്ങളടക്കം എല്ലാ സാധനങ്ങളും സ്റ്റാളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പാര പാർക്കിൻ്റെ തുണിത്തരങ്ങൾ പലതരം എല്ലാ ഈ സ്റ്റാളിലുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെക്കുന്നത് കുടുംബശ്രീൻ്റെ അച്ചാറുകളാണ്. പ്രത്യേകിച്ച് നോൺ വെജും പിന്നെ വെജ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ നോൺ വെജിൽ വരുന്നത് ചിക്കൻ, ബീഫ്, നത്തോലി, മത്തി, ഇങ്ങനെയാണ് നോൺ വെജിൽ വരുന്നത്. പിന്നെ വെജ് ഐറ്റംസിലാണെങ്കിൽ മാങ്ങ, നാരങ്ങ, നെല്ലിക്ക, വെളുത്തുള്ളി, പിന്നെ മിക്സ്ഡ് അച്ചാർ, ഈത്തപ്പഴം വരുന്നുണ്ട്. ഇത്രയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. 1 ലക്ഷത്തോളം രൂപയുടെ വിൽപ്പന ഓരോ ദിവസവും മേളയിൽ നടക്കുന്നുണ്ട്. ജനുവരി 7 വരെ നീണ്ടു നിൽക്കുന്ന ഏഴോം ഫെസ്റ്റിൽ പ്രധാന ആകർഷകമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിപണനമേള. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിവിധ ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീയുടെ വിപണനമേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും കുടുംബശ്രീ പ്രവർത്തകർ ഒരുക്കിയിട്ടുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ, അതായത് അച്ചാർ മുതൽ തുണിത്തരങ്ങൾ മുതൽ മറ്റ് പലഹാരങ്ങൾ ഉൾപ്പെടെ ഈ വിപണന മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരു ദിവസം ഏകദേശം 1 ലക്ഷം രൂപയോളം വരുമാനം ഇവർക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഏഴോം ഫെസ്റ്റ് ഏഴോത്തെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഏറെ ആവേശമാണ് നൽകുന്നത്. കുടുംബശ്രീ വിപണന മേളയിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ കൈത്തിരി വായനാ പദ്ധതി സംഘടിപ്പിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു.
കരിവെള്ളൂർ നോർത്ത് AUP സ്കൂളിൽ കൈത്തിരി വായനാ പദ്ധതി സംഘടിപ്പിച്ചു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ നോർത്ത് സ്കൂളിൽ ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രധാന അധ്യാപിക പ്രീത ടീച്ചർ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളിലെ വായന അഭിരുചി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോർത്ത് സ്കൂൾ ഇങ്ങനെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലൈബ്രറി പുസ്തകം കൈത്തിരി സ്റ്റാൻഡ് കൈമാറൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ V വിദ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറ്റ് ഫാക്കൽറ്റി രാകേഷ് V, MV ധന്യ, ഹെഡ് മിസ്ട്രസ് പ്രീത P, സജിത M, ദിനേശൻ K ശിവകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോത്തായ്മുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിലെ ബട്ടർ സ്കോച്ച് കേക്കിന് ആസ്വാദകർ ഏറുന്നു. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതീവ രുചിയുള്ള ഈ കേക്കിന് കുട്ടി ആരാധകരാണ് കൂടുതൽ. മധുരമൂറുന്ന കേക്കും മറ്റു വിഭവങ്ങളും ഒരുക്കി പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് MRS. വൈറ്റ് സ്പഞ്ചിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കാരമലും പ്രോലൈനും ആവശ്യാനുസരണം ചേർത്ത് ക്രീമും ഗാർണിഷും കൂടെയായാൽ ബട്ടർ സ്കോച്ച് കേക്ക് തയ്യാറാകും. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന കേക്കാണ് ബട്ടർ സ്കോച്ച്. MRS ബേക്കറിയിൽ പുതുവർഷത്തെ ആഘോഷമാക്കാൻ കേക്ക് വാങ്ങാനായി എത്തുന്നവരുടെ തിരക്കാണിപ്പോൾ. മധുരപലഹാരങ്ങളുടെയും ബേക്കറി വിഭവങ്ങളുടെയും വിപുലമായ ശേഖരം തന്നെ കോത്തായ്മുക്കിലെ MRS ലൈവ് ബേക്കറിയിൽ ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോവർ ആൻഡ് റേഞ്ചേഴ്സ് ത്രിദിന ആനുവൽ ക്യാമ്പ് പുരോഗമിക്കുന്നു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സാഹസിക പരിശീലനങ്ങൾ ശ്രദ്ധേയമായി. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റോവർ ആൻഡ് റേഞ്ചേഴ്സിന്റെ ത്രിദിന ആനുവൽ ക്യാമ്പ് സ്കൂളിൽ പുരോഗമിക്കുകയാണ്. ക്യാമ്പിന്റെ ഭാഗമായി നിരവധി പരിശീലനങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സാഹസിക പരിശീലനങ്ങൾ ശ്രദ്ധേയമായി. റോവർ ഡിസ്ട്രിക്ട് കമ്മീഷണർ ജയറാമിന്റെ നേതൃത്വത്തിൽ ഫയർമാൻസ് ചെയർനോട്ട്, മങ്കി ബ്രിഡ്ജ്, മങ്കി ക്രോളിംഗ് തുടങ്ങിയ സാഹസിക പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകി. ജീവിതത്തിൽ അപകട സന്ദർഭങ്ങളിൽ പെട്ടാൽ രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനും ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്യാമ്പിൽ പരിശീലനം നൽകി. ഡിസംബർ 28, 29, 30 തീയതികളിലായിട്ടാണ് റേഞ്ചേഴ്സിനും റോവേഴ്സിനും വേണ്ടിയിട്ട് ത്രിദിന ആനുവൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വഞ്ചർ സ്പോർട്ടും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പ് കുട്ടികൾക്ക് മികച്ച അനുഭവമായി മാറിയെന്ന് അധ്യാപകരും പറഞ്ഞു. ഡിസംബർ 30 ക്യാമ്പ് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ബാലസംഘം രാമന്തളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി കുട്ടികൾ പങ്കെടുത്തു. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് ബാലസംഘം രാമന്തളി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കുന്നത്തെരുവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര രാമന്തളി സെന്ററിൽ സമാപിച്ചു. നിരവധി കുട്ടികളാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുതാഴം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് 2023-24 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രോഹിണി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ ടി ഉണ്ണികൃഷ്ണൻ, MT സബിത, KV ബിന്ദു, മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, U രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KKN പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ആരവം ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. AV സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പ് PV പൂജ ഉദ്ഘാടനം ചെയ്തു. KKN പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി പയ്യന്നൂർ അർബൻ PHSC റിസൾട്ട് ലാബിന്റെ സഹകരണത്തോടെ ആരോഗ്യം അടുത്തറിയാം സൗജന്യ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ദന്ത പരിശോധന ക്യാമ്പ് നടത്തി. AV സ്മാരക വായനശാലയിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഡോക്ടർ പൂജ PV രോഗികളെ പരിശോധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോട്ടറി ക്ലബ്ബ് പിലാത്തറ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് കണ്ണൂർ, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സ്കാനിംഗ് ക്യാമ്പ് നടത്തി. മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി MD ഡോക്ടർ സേതു ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബ്ബ് പിലാത്തറ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് കണ്ണൂർ, ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മാടായി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുഞ്ഞുങ്ങളിലെ ശാരീരിക, മാനസിക പഠന വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുവാനുള്ള സ്കാനിംഗ് ക്യാമ്പ് മാടായി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. റൊട്ടേറിയൻ MD ഡോക്ടർ സേതു ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മുന്നിൽ കാലിടറി വീഴുന്ന ഒരു വ്യക്തിയെ കൈനീട്ടി അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചാൽ അത് ഒരു നന്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി നമുക്ക് കണക്കൂട്ടാം. ഒരു ആക്സിഡന്റ് നമ്മുടെ മുന്നിലുണ്ടായി, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, അത് നന്മയുടെ ഒരു ഭാഗമാണ്. അതുപോലെ നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ള ഓരോ വ്യക്തികളും ആണ് ഈ റോട്ടറി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. പിലാത്തറ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DPC SSK കണ്ണൂർ EC വിനോദ്, ഡോക്ടർ ശ്രീവിദ്യ എന്നിവർ വിശിഷ്ടാതിഥികളായി. MV വിനോദ് കുമാർ, K പത്മനാഭൻ, CP മുഹമ്മദ് റഫീഖ്, K ചാത്തുക്കുട്ടി നമ്പ്യാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് NSS ക്യാമ്പ് സമന്വയം കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിക്കുന്നു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന സ്നേഹാരാമം പദ്ധതി മാതൃകാപരമായി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മാടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസ് NSS ക്യാമ്പ് സമന്വയം പുരോഗമിക്കുന്നത്. ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളിൽ മാതൃകയാവുകയാണ് സ്നേഹാരാമം പദ്ധതി. സ്കൂൾ പരിസരത്തെ കാടും മാലിന്യങ്ങളും നിറഞ്ഞ പ്രദേശം JCB ഉപയോഗിച്ച് വെട്ടിത്തെളിച്ച ശേഷം ക്യാമ്പിലെ കുട്ടികളും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായത്തോടെ നിലമൊരുക്കി പൂന്തോട്ടങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. മാലിന്യം വലിച്ചെറിയുന്നത് ഇല്ലാതാക്കുക, മാലിന്യം സംസ്കരിച്ച് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുക, പരിപാലിക്കുക തുടങ്ങിയവയാണ് പ്രവർത്തനമെന്ന് പ്രോഗ്രാം ഓഫീസർ CP സന്ധ്യ പറഞ്ഞു. അവിടെ മണ്ണ് കൈക്കോട്ടും കുങ്കോട്ടും ഒക്കെ എടുത്തിട്ട് മണ്ണ് കളച്ച് ലെവലാക്കി ഒരു വൃത്തിയായ ഒരു പ്രതലമാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു കിണർ, ഉപയോഗശൂന്യമായ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ അതിൽ കപ്പിയിടാൻ പാകത്തിലൊരു ബാറുണ്ടായിരുന്നു. അവിടെ നമ്മൾ കപ്പിയും കയറും പാനിയും വാങ്ങിയിട്ട് കിണറിൻ്റെ ചുറ്റുപാടുമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കുട്ടികൾ അവിടെ നിന്ന് വെള്ളം കോരിയെടുത്ത് ഈ വൃത്തിയാക്കിയ ഈ മണ്ണിൽ ഒഴിച്ച് ഒന്ന് കുതിർത്തതിന് ശേഷം കുഴികളുണ്ടാക്കി അവിടെ കുട്ടികൾ തന്നെ കൊണ്ടുവന്നതും അതുപോലെ നമ്മുടെ ഈ കുഞ്ഞിമംഗലം സ്കൂളിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ നിന്നും ശേഖരിച്ചതുമായ വിവിധ തരത്തിലുള്ള പൂച്ചെടികളും അതുപോലെ നിറമുള്ള ഇലച്ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. പറമ്പിന് സമീപത്തുണ്ടായ ഉപയോഗശൂന്യമായ കിണറും ശുചീകരിച്ചിട്ടുണ്ട്. ജനുവരി 1 ക്യാമ്പ് സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കോറോം പ്രിയദർശിനി കലാവേദി കൂർക്കര മഹാത്മാ മന്ദിരത്തിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു. സാംസ്കാരിക പ്രഭാഷകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്ത് സാംസ്കാരിക പ്രഭാഷണം നടത്തി. തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് സുരേഷ് രാമന്തളിയും സംഘവും ഹൃദയസംഗീതം അവതരിപ്പിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളി പള്ളത്ത് അധ്യക്ഷനായി. KP സതീഷ് കുമാർ, അനിത രമേശൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമങ്ങളെ സകല മനുഷ്യരും ജാഗ്രതയോടെ കാണണമെന്ന് MV ജയരാജൻ. മാനവികത സംരക്ഷിക്കാനുള്ള മഹത്തായ സമരങ്ങൾ ഉയർന്നുവരേണ്ട കാലമാണിതെന്നും MV ജയരാജൻ. പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പയ്യന്നൂർ നഗരസഭയുടെ 30 ലാപ്ടോപ്പുകൾ വിതരണം പയ്യന്നൂർ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. പദ്ധതി നടപ്പിലാക്കിയത് 15 ലക്ഷം രൂപ ചിലവിൽ. ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ ഫ്ലൈയുടെ 3 ദിവസത്തെ സഹവാസ ക്യാമ്പിന് പുറച്ചേരി കേശവതീരത്ത് തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ. ഒത്തുചേരൽ ആഘോഷമാക്കി ക്യാമ്പ് അംഗങ്ങൾ. പരിയാരം ചിതപ്പിലെ പൊയിലിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതികളെ സാഹസികമായി പിടികൂടിയ അന്വേഷണ സംഘത്തിന് അനുമോദനം. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.